ഇന്നലെ നടത്തിയ 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ PV അൻവർ തുറന്നുവിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പോർമുഖം. ഇതുവരെ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് നേരെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഉന്നം. അതിനിടെ അൻവറിനെതിരെ പ്രതികരണവുമായി P ജയരാജൻ രംഗത്തെത്തി. ഒറ്റുകാരുടെ ചതിപ്രയോഗങ്ങളിൽ പാർട്ടി പതറിപ്പോകില്ല എന്നാണ് ജയരാജന്റെ FB പോസ്റ്റ്. അരുൺ അമർനാഥ്, അമൽ ഇവരൊക്കെയും ചേരുന്നുണ്ട്. CPM PB യോഗം ഡൽഹിയിൽ ഇതിനിടെ ചേരുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷവും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലഭ്യമായില്ല എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കാം. ആദ്യം അരുൺ അമൃതനാഥിലേക്കാണ്. അരുൺ, നമസ്കാരം. ഈ കോളിളക്കം എന്നൊക്കെ പലതവണ കേട്ടിട്ടുണ്ടാവും. CPM പാർട്ടി ഇതിനോടകം ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി എന്നൊക്കെ പറഞ്ഞാലും CPM ഭരണത്തിലിരിക്കുന്ന സമയത്ത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്നത് അവർക്ക് തള്ളിക്കളയാനേ ആവുന്നതല്ല, അതിന് എന്തൊക്കെ ന്യായം നിരത്തിയാലും, അല്ലേ? മോദി, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അൻവറിന്റെ പ്രയോഗങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു പോയി. ഈ വിക്കറ്റ് എടുക്കാൻ വന്ന അൻവർ ഇപ്പോൾ ഒരു പ്രയോഗം നമ്മൾ കട്ട് ചെയ്ത് പറയുന്നത് ഹിറ്റ് വിക്കറ്റാണ് അൻവർ ചെയ്തിരിക്കുന്നത്. കാരണം അൻവറും ഔട്ടായി, അൻവർ പാർട്ടിയെയും ഔട്ടാക്കുന്ന തരത്തിലുള്ള ഹിറ്റ് വിക്കറ്റിലൂടെയാണ് അൻവറിന്റെ ഒരു നീക്കം ഇന്നുണ്ടായിരിക്കുന്നത്. ആദ്യ ഘട്ടം മുതൽ അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നപ്പോൾ ആരായിരിക്കും അൻവറിന്റെ ടാർഗറ്റ് എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം. അത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ, ADGPയിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ എന്ന് അത് ഇന്നലെ അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെയായിരുന്നു ലക്ഷ്യം എന്നുള്ളത്. ഇത്രയും സ്ഫോടാത്മകമായ ഒരു വാർത്താ സമ്മേളനം, 2 മണിക്കൂർ നീണ്ടു നിന്ന ആരോപണങ്ങൾ, അതിലെല്ലാം തുടക്കം മുതൽ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടിയാണ് എന്നുള്ളത് തന്നെയാണ് അൻവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ അൻവർ വീണ്ടും മുഖ്യമന്ത്രിയെ ആ ഒരു പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും കടന്നാക്രമിക്കുന്ന രീതിയിൽ അൻവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടെ പാർട്ടി ഇപ്പോൾ ഒരു മറുതന്ത്രം ഉപയോഗിച്ചിരിക്കുന്നു. പാർട്ടി ഈ അൻവറിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ PB അംഗമായ A വിജയരാഘവൻ ഉൾപ്പെടെ മന്ത്രിമാരായിക്കോട്ടെ, ഈ സംഘടനാ തലത്തിലായിക്കോട്ടെ, യുവ നേതാക്കളായിക്കോട്ടെ, തുടരൂ അരുൺ. സംഘടനാ തലത്തിലായിക്കോട്ടെ, ഇത്തരത്തിൽ പാർട്ടി വലിയ രീതിയിൽ അൻവറിനെ പ്രതിരോധിക്കുകയാണ്. കാരണം ഈ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന രീതിയിലാണല്ലോ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പ്രസക്തി. ഇപ്പോൾ പാർട്ടി പ്രതിരോധിക്കുന്നത് അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ്, അൻവറിനെതിരെ രംഗത്ത് വന്നുകൊണ്ടാണ്. അതായത് അൻവറിന് വലതുപക്ഷ ആശയങ്ങളെ കൂട്ടുപിടിക്കുകയാണ്. അൻവറിന്റെ ചിന്താഗതി ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അൻവറിന്റെ ഈ ആക്രമണങ്ങളൊന്നും വില പോവില്ല എന്നുള്ള രീതിയിൽ പാർട്ടി ഒരു നിലപാടെടുത്തിരിക്കുന്നു. പിന്നാലെ തന്നെ ഇന്നലെ രാത്രി തന്നെ എടവണ്ണയിലെ അൻവറിന്റെ വീടിന് മുന്നിൽ ഒതായി ബ്രാഞ്ച് കമ്മിറ്റി ഒരു പോസ്റ്റർ കൂടി വെച്ചു. വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദന്റെയും ചിത്രമുള്ള ഒരു പോസ്റ്റർ കൂടി അൻവറിന്റെ വീട്ടിൽ, ഒരു ഫ്ലക്സ് കൂടി അൻവറിന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൻവറിനെ പൂർണ്ണമായും പാർട്ടി അൻവറിനെതിരെ വരുമ്പോ പ്രതിരോധിക്കാനായി അവർ പറയുന്ന, പാർട്ടി അംഗങ്ങൾ പറയുന്ന, മുതിർന്ന നേതാക്കൾ പറയുന്ന ന്യായമുണ്ട്, ഇത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന്. പക്ഷേ ഇതിപ്പോ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടായിരിക്കുകയാണ്. വളരെ പരസ്യമായി വന്ന് പറഞ്ഞിരിക്കുന്നു, ഞാനങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു, എന്ത് പ്രശ്നം വന്നാലും ആ ക്യാപ്റ്റനെ, ആ സൂര്യന് ഞാനങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു, പക്ഷെ ഞാൻ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു, സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു എന്ന് മുന്നണിയിലെ ഒരു MLA വന്ന് പറയുകയാണ്. അതിനി എന്ത് ന്യായമാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്? ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ട് ചെറുക്കാനാവുന്നതാണോ വന്ന നാണക്കേടുകൾ? അതെ, അൻവർ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളാണ് മോത്തി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതിന് പിന്നാലെ തന്നെ അൻവർ ഇതെല്ലാം വെളിപ്പെടുത്തുകയാണ്. അതിന് പിന്നാലെയാണ് പാർട്ടിയുടെ ഒരു മറു കൗണ്ടർ എന്ന, ഒരു മറു പ്രതിരോധം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ അൻവർ അതിന് മുന്നേ തന്നെ പാർട്ടിയെ തള്ളിയിരിക്കുന്നു, പാർട്ടി തിരിച്ചും തള്ളുകയാണ്. അപ്പോൾ അൻവറിന് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന തരത്തിൽ തന്നെയാണ് അൻവറിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ ഇനി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, രാജിവെക്കുമെന്ന ചോദ്യത്തിനുള്ള അൻവറിൻ്റെ മറുപടിയൊക്കെ നമ്മൾ കണ്ടാണ്. ഇടത്തേക്കും
ഇടത്തേക്കുമില്ല വലത്തേക്കുമില്ല, നടുത്തളത്തിൽ തന്നെ നിയമസഭയിൽ ഇരിക്കുമെന്ന് അൻവറിന്റെ ഒരു മറുപടി അവിടെ അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ജനങ്ങൾ നൽകിയ പദവിയാണിത്, അതൊരിക്കലും വിട്ടു നൽകില്ലെന്നും അൻവറിന്റെ സ്റ്റാൻഡ് അൻവർ അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അൻവറിന്റെ പാർട്ടിയും തിരിച്ചും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വരുന്ന ചോദ്യമാണ് ഇനി എങ്ങോട്ട്, ഇനി എന്താണ് എന്ന ചോദ്യമാണ്. അവിടെ കൂടി അൻവർ ഒരു വ്യക്തമായ ഉത്തരം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്, അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന്. ഈ നേതൃത്വം തമ്മിൽ ഒറ്റക്കെട്ടാണ്, രാഷ്ട്രീയപരമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ. അത് മറ്റു വാതിലുകൾ അടയ്ക്കുകയാണോ എന്ന തരത്തിൽ കൂടി ഇനി ഒറ്റയാൾ പോരാട്ടമാണോ അൻവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നത് കൂടി. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിന് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് സമീപകാലത്തെന്നല്ല കേരള രാഷ്ട്രീയ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അമൽ, എപ്പോഴും നമ്മൾ പറയാറുണ്ട് അന്തർധാര സജീവമാണോ എന്ന തരത്തിൽ. അത് തന്നെയാണ് ഇന്നലെ PV അൻവറും പറഞ്ഞത്, ആ നെക്സസ് ഉണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കഴിയുമോ, പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അൻവറിനോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് തിരിച്ചിറങ്ങിയതിനു ശേഷം MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട അൻവറിനോട് താങ്കളുടെ പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിന്നിൽ പടച്ചതമ്പുരാൻ മാത്രമാണ് എന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി പറഞ്ഞ അൻവറിനെ നമ്മൾ കണ്ടതാണ്. നിലവിൽ എന്തായാലും അൻവറിന് പാർട്ടിയിൽ നിന്നും പരസ്യമായൊരു പിന്തുണ ലഭിക്കാനുള്ള ഒരുവിധ സാധ്യതയും കാണുന്നില്ല. അത് ഇന്നലെ വൈകുന്നേരം 4:30 മണിയോടുകൂടി അവസാനിച്ചു എന്ന് പറയാം. ഇപ്പോൾ അൻവർ എന്തായാലും ഒറ്റയ്ക്കാണ്. അൻവറിൻ്റെ പോക്കിനി എങ്ങോട്ട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. അതിനാണ് കേരളം ഇനി കാത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. 4-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം നടക്കുന്നു. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അൻവർ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ അൻവർ പിന്നീട് എവിടെ പോയിരിക്കും? സാധാരണ നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സംരക്ഷണ കവചം ഒരുക്കി മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള ആളാണ് PV അൻവർ. ആ അൻവർ സഭാ സമ്മേളനം നടക്കുമ്പോൾ അൻവറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ, അൻവറിന്റെ ആരോപണങ്ങളെല്ലാം സഭാ സമ്മേളനത്തെ തീപിടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നലെ അൻവറിനോട് അരുൺ ചോദിച്ചിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ചോദിച്ചതാണ് അടുത്ത നീക്കം എന്തായെന്ന് ചോദിച്ചപ്പോൾ അൻവറിന്റെ മറുപടി ഒരു പാട്ടിലാണ് തുടങ്ങിയത്. അതായത് കായലരികത്ത് വലയെറിയുമ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന് പറഞ്ഞിട്ട് അതവിടെ നിർത്തി. അതിനുശേഷം പിന്നീടുള്ള വരികൾ എന്ന് പറയുന്നത് കല്യാണത്തിലുള്ള നറുക്കെടുപ്പിന് തന്നെ കൂടി ചേർക്കണേ എന്ന് പറയുന്നതാണ് ആ പാട്ടിലെ വരി. പക്ഷേ അൻവർ പറയുന്നുണ്ട് കോൺഗ്രസിനോടും ലീഗിനോടും അങ്ങനെ ഒരു നറുക്കെടുപ്പുണ്ട് എങ്കിൽ തൻ്റെ പേര് ആ കൂട്ടത്തിൽ കൂട്ടേണ്ട എന്ന്. ലീഗിനെയും കോൺഗ്രസിലേക്കുമുള്ള വഴി അൻവർ അടയ്ക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണവും അത്തരത്തിലാണ്. ഇനിയിപ്പോൾ മറ്റ് രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ എന്തായാലും അൻവർ എവിടേക്കും പോകുന്നില്ല എന്നുള്ളതാണ് അൻവറിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അൻവർ അഡ്രസ്സ് ചെയ്യുന്നത് നിലവിൽ പാർട്ടി സഖാക്കളെയാണ്. പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നതെന്ന് പറയുന്നു. പാർട്ടിയുടെ ഒരു ശുദ്ധീകരണമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങളും മറ്റുമൊക്കെ തുടരുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും ഇത്ര വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല. ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഒരു ശബ്ദം ഉയർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രതിരോധിക്കാൻ പാടുപെടേണ്ടി വരും. സമീപകാലത്തൊന്നും ഇത്ര വലിയൊരു പൊട്ടിത്തെറി, ഇത്ര വലിയൊരു പ്രതിസന്ധി പാർട്ടി നേരിട്ടിട്ടില്ല. അമൽ പറയുന്നത് പോലെ തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഇത്തരത്തിൽ. എങ്കിലും പല ന്യായങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് വരുന്ന ഓരോ മണിക്കൂറിലും നമുക്ക് മനസ്സിലാവേണ്ടതാണ്.